സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയാനുള്ള പോക്സോ നിയമത്തെ ചിലർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ഹൈക്കോടതി. പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ വരുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടോയെന്ന് നോക്കാൻ നെല്ലും പതിരും കോടതികൾ വേർതിരിക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. വ്യാജ കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ CRPCയിലെ 482 വകുപ്പും ഭാരതീയ ന്യായ സംഹിതയിലെ 528 വകുപ്പ് പ്രകാരം കേസ് റദ്ദാക്കണം. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമണം തടയണമെന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന നിയമം കുറ്റവാളികളെ കഠിനമായി ശിക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ചില വ്യക്തികൾ വൈരാഗ്യം തീർക്കാൻ ശത്രുക്കൾക്കെതിരെ ഈ നിയമം ഉപയോഗിക്കുന്നു. അതിനാൽ കേസിലെ വസ്തുതകൾ കോടതികൾ സൂക്ഷ്മമായി പരിശോധിക്കണം. കേസിൽ ദുരൂഹമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ ജാഗ്രത പാലിക്കണം. വ്യാജ കേസാണെന്ന് തോന്നിയാൽ റദ്ദാക്കണം. വിധി പറയുന്നു. 2017 വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഭർത്താവ് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. അക്കാലത്ത് തനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നായിരുന്നു യുവതി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്നും വിചാരണ കോടതിയിൽ ശിക്ഷയുമാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. വിവാഹത്തിന് മുമ്പ് ഭാര്യയുമായി ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ഭർത്താവ് വാദിച്ചു. നേരത്തെ ജീവനാംശം തേടി യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി ലൈംഗിക പീഡനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. വിവാഹബന്ധം തകർന്നതിനെ തുടർന്നുണ്ടായ പ്രതികാരമാണ് കേസെന്നും ഭർത്താവ് വാദിച്ചു. 2015 പീഡിപ്പിക്കപ്പെട്ട എന്നാണ് യുവതി പറയുന്നതെങ്കിൽ കേസ് കൊടുക്കുന്നത് 2020 കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടയിൽ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗമാണ് നടന്നിരിക്കുന്നത് എന്ന് വാദം കേട്ട കോടതി പറഞ്ഞു. തുടർന്ന് കേസ് റദ്ദാക്കി ഉത്തരവിട്ടു.